സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേരാൻ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരും. ബജറ്റ് പാസാക്കലാണ് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ട. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ചെയ്യുന്നു. ഉമേഷ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയാണ്, എല്ലാവരും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നവും രമ്യമായി തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെടുമോ? അവർക്ക് ശമ്പളമടക്കമുള്ളവ കിട്ടുമോ? താൽക്കാലികമായ വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 2 മാസമായി സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. പെൻഷൻകാർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസമായി. ഓണമാണ്. ഈ സ്വാഭാവികമായി ജീവനക്കാരെല്ലാം ഈ രീതിക്ക് എതിരാവും. സ്വാഭാവികമായി സർക്കാരിനും അതിന്റെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ഫിനാൻസ് കമ്മിറ്റി യോഗം വിളിച്ചപ്പോൾ സർക്കാർ പ്രതിനിധികൾ ആണ് പങ്കെടുക്കാത്തത്. 2 MLA അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതേ തുടർന്ന് കോറം തികയാതെ യോഗം പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും തിങ്കളാഴ്ച ഫിനാൻസ് കമ്മിറ്റി യോഗം ഒന്നുകൂടി ചേരുന്നുണ്ട്. സ്വാഭാവികമായി MLA മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് കമ്മിറ്റി യോഗം ഈ ബജറ്റ്, അതായത് അടുത്ത നടത്തിപ്പ് വർഷത്തെ ബജറ്റ് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കും. ആ ബജറ്റ് തൊട്ടടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ച ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം അംഗീകരിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ജീവനക്കാരുടെ ശമ്പളം അടക്കമുള്ള പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കപ്പെടും. അതേസമയം ഇപ്പോഴത്തെ താൽക്കാലിക VC ശിവപ്രസാദിന്റെ നിയമനം അത് നിയമപരമല്ല എന്നുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും പണം അവിടെ ഉണ്ട്, അത് ചെലവഴിക്കണമെങ്കിൽ ബജറ്റ് പാസ്സാക്കണം. ബജറ്റ് പാസ്സാക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് ചേരണം. അങ്ങനെ സിൻഡിക്കേറ്റ് ഏകദേശം ചേർന്ന് തൽക്കാലം പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.